വലിയ ആർഭാടമൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ബീഫ് മന്തിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. 1 kg ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ഉള്ളിയും 4 പച്ചമുളകും ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 മീഡിയം സൈസ് ടൊമാറ്റോ മിക്സിയിൽ അരച്ചിട്ട് അതിൻ്റെ പ്യൂരി ഇട്ട് കൊടുക്കുക. ഇനി ഒരു ലെമൺ പിഴിഞ്ഞ് കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നു. നിങ്ങൾക്ക് എരിവിന് ആവശ്യമുള്ളത് ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് കൂടി സ്പൈസി ആക്കുന്നു. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നു. പിന്നെ ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഇത് ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതിനെ നമുക്ക് കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് 1 വിസിൽ വരെ ഹൈ ഫ്ലെയിമിലും 20 മിനിറ്റ് ലോ ഫ്ലെയിമിലും വേവിച്ചെടുക്കാം. വെള്ളം ചേർക്കണം എന്നില്ല, അതിൻ്റെ സ്റ്റോക്ക് വാട്ടർ തന്നെ നമുക്ക് കിട്ടും. വേണമെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി മന്തിക്കുള്ള റൈസ് ഞാൻ 3 ഗ്ലാസ് മന്തി റൈസാണ് എടുക്കുന്നത്. ഇത് നല്ലോണം കഴുകിയിട്ട് വെള്ളം ചേർത്തിട്ട് അരമണിക്കൂർ ഇത് കുതിർത്ത് വെക്കാം. ഇപ്പോൾ നമ്മുടെ ഇറച്ചി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാനുള്ള പോട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ഒനിയൻ നല്ല തിന്നായിട്ട് സ്ലൈസ് ആക്കിയിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ ഫ്രൈ ആക്കി എടുക്കുക. പിന്നെ 2-3 ചില്ലീസ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ വേവിച്ച് വെച്ച ഇറച്ചിയിൽ നിന്ന് ഞാൻ അതിൻ്റെ വെള്ളം എടുത്തിട്ട് മാറ്റി വെക്കുന്നത്. അപ്പോൾ എനിക്ക് 2 ഗ്ലാസ് സ്റ്റോക്ക് വാട്ടർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുത്തത്. അതിലേക്ക് 4.5 ഗ്ലാസ് വെള്ളം വേണം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് സ്റ്റോക്ക് വാട്ടറിലേക്ക് 2.5 ഗ്ലാസ് നോർമൽ വാട്ടർ ചേർത്തിട്ട് ഈ പോട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുതിർത്ത് വെച്ച അരി വെള്ളം ഊറ്റിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അരി ഒരു വെന്ത് തുടങ്ങുമ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ച ഇറച്ചിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്കാക്കി എടുക്കുക. 20 മിനിറ്റിന് ശേഷം റൈസെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി മല്ലിയില ചേർത്തിട്ട് നമുക്ക് ഇത് സെർവ് ആക്കാം. നല്ല ടേസ്റ്റാണ് ഈ മന്തി. ഈ റൈസിന് നല്ല ഫ്ലേവർ ആയിരിക്കും. ഇതുപോലെ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ആ ഇറച്ചിൻ്റെയും റൈസിൻ്റെ എല്ലാം സോഫ്റ്റ്നെസ് ഇല്ലേ, ചെറിയ തീയിൽ കുക്കാക്കി എടുത്തത് കൊണ്ട് തന്നെ ഈ റൈസ് നല്ല സോഫ്റ്റ് ആയിരിക്കും. നല്ല ഫ്ലേവർഫുള്ളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തിയാണ്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കുക. ടൊമാറ്റോ ചട്നിയും കൂടി ഒഴിച്ചാൽ പറയണ്ട, നല്ല ടേസ്റ്റാണ്, അടിപൊളി. അപ്പോൾ ഉണ്ടാക്കിയിട്ട് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.